ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു മാഗി മസാല ചെയ്ത് നോക്കാം. ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്, ടേസ്റ്റിയാണ് കഴിക്കാനായിട്ടും. ഇത് ഒട്ടും സ്റ്റിക്കി ആവാതെ ഇതുപോലെ ഇരുന്നോളും. ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ്. കുറച്ച് വെജിറ്റബിളും സോസും ഒക്കെ ചേർന്ന് എങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ മാഗിയുടെ നൂഡിൽസും കുറച്ച് വെജിറ്റബിൾസ് സോസുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒന്ന് ബോയിൽ ചെയ്ത് കഴിഞ്ഞ് വരുമ്പം ഞാൻ അതിലേക്ക് ഒരു 5 പീസ് ഓഫ് മാഗി ഇട്ട് കൊടുക്കുന്നുണ്ട്. മാഗി ബ്രേക്ക് ഒന്നും ചെയ്യുന്നില്ല, ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഈ മാഗി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്കായി വരുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് അതിലേക്ക് 1 കപ്പോളം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് ഒന്ന് സ്റ്റോപ്പ് ആവാനായിട്ട്. പിന്നെ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് ആ വെള്ളം ഒന്ന് ഡ്രെയിൻ ആയി കഴിയുമ്പോഴത്തേനും ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് സ്റ്റിക്കായി പോവും. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സോസ് റെഡിയാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസും 1 ടേബിൾ സ്പൂണോളം ഗ്രീൻ ചില്ലി സോസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് ഗ്രീൻ ചില്ലി സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് ചില്ലി സോസ് തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം സോയ സോസ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ചില്ലി ഗാർലിക് സോസ് ചേർക്കുന്നുണ്ട്. ഇതില്ല എന്നുണ്ടെങ്കിൽ ചില്ലി സോസിൻ്റെ അളവ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ നൂഡിൽസ് ഒട്ടും സ്റ്റിക്കി ആകാതെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് 2 രീതിയിലും ചെയ്യാം. വെജിറ്റബിളിലേക്ക് ഈ സോസ് എല്ലാം കൂടി ചേർത്തിട്ട് നൂഡിൽസ് ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. പക്ഷേ അതിലും കൂടുതൽ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. കാരണം നൂഡിൽസ് പിന്നെയും ഒത്തിരി ഓവർ കുക്കായി പോകാതിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾ കുക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ 1/2 സവോള നീളത്തിലരിഞ്ഞതാണ് ചേർത്തേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റും ചേർക്കുന്നുണ്ട്. സ്പ്രിംഗ് ഒണിയൻ ഓപ്ഷണലാണ്, ഇല്ലയെന്നുണ്ടെങ്കിൽ വേണമെന്നില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വെജിറ്റബിളിൻ്റെ അകത്തുനിന്ന് ഞാൻ ക്യാരറ്റാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. തീയ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് 1 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വഴറ്റാം. എല്ലാം ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് അത് കുക്കായി കിട്ടും. ഇനി ഞാൻ ക്യാപ്സിക്കം 3 കളർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതുപോലെ നിങ്ങൾക്ക് ക്യാപ്സിക്കം എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ഫ്രോസൺ ഗ്രീൻ പീസും ഒരു 2 ടേബിൾ സ്പൂണോളം സ്വീറ്റ് കോണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോസ് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടേബിൾ സ്പൂണോളം ചില്ലി ഗാർലിക് സോസാണ് ചേർക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. ഒരു 1 ടീസ്പൂണോളം കെച്ചപ്പും ഒരു 1/2 ടീസ്പൂണോളം സോയ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നൂഡിൽസിലൊക്കെ മിക്സ് ചെയ്തതാണ്. അതിൽ എന്തെങ്കിലും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ മാഗിയുടെ കൂടെ കിട്ടുന്ന ടേസ്റ്റ് മേക്കേഴ്സ് 5 പാക്കറ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ 5 പീസ് ഓഫ് നൂഡിൽസ് ആണ് എടുത്തത്, അതുകൊണ്ട് 5 പാക്കറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ സോസൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇതുപോലെ ഒരു 2 സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ നൂഡിൽസ് ഒന്നും പൊട്ടിപ്പോകാതെ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു 1/2 ടേബിൾ സ്പൂണോളം വിനെഗർ ചേർക്കുന്നുണ്ട്. ഞാൻ റൈസ് വിനെഗറാണ് ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വിനെഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല സ്ട്രീറ്റ് സ്റ്റൈലായിട്ടുള്ള ചൈനീസ് നൂഡിൽസ് മാഗി മസാല എന്നൊക്കെ പറയുന്ന സംഭവമാണിത്. അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ടിഫിൻ ബോക്സിൽ കൊടുത്തു വിട്ടാലും ഇത് സ്റ്റിക്കാകാതെ തന്നെ ഇരിക്കും. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഈ രീതിയിൽ മാഗിയുടെ കൂടെ വെജിറ്റബിൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് ഒരു പരാതിയും കാണത്തില്ല, അവർ കഴിച്ചോളും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.